അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം 40 വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ ചില നിയന്ത്രണങ്ങൾ എല്ലാവർക്കും നല്ലതാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ ഭക്ഷണ കാര്യത്തിൽ ഏവരും ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടത് ആവശ്യമാണ്. 40കാർ 20കാർ പോലെ ഭക്ഷണം കഴിച്ചാൽ അമിതവണ്ണവും നിശ്ചയം സാധാരണഗതിയിൽ 40-ാം വയസ്സ് മുതൽക്കാണ് കാർഡിയോ വാസ്കുലർ അസുഖങ്ങളും പ്രമേഹം തുടങ്ങിയ അസുഖങ്ങളും ഉണ്ടാകുന്നത്. പക്ഷേ ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വരുത്തിയാൽ നിരവധി അസുഖങ്ങളിൽ നിന്നും മോചനം നേടാൻ നമുക്ക് സാധിക്കുന്നു. 40 കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഭക്ഷണ വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകണം. ഓട്സിൽ മോശപ്പെട്ട കൊളസ്ട്രോളിനെ കുറക്കാൻ സഹായിക്കുന്ന ബീറ്റ ഗ്ലൂക്കോസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഓട്സ് ശീലമാക്കിയാൽ കൊളസ്ട്രോൾ 5 മുതൽ 10% വരെ കുറയുന്നു. ഇനി ചെറി ചുവന്ന സാധനമാണ് ചെറി, എല്ലാവർക്കും അറിയാം. ചെറിക്ക് വാതരോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നു. ആൻറ്റി ഓക്സിഡൻ്റായ ആന്തസൈനിൻ ചെറിയിൽ അടങ്ങിയിട്ടുണ്ട്. ആഴ്ചയിൽ 4 തവണ 1 ഡസൻ ചെറുപഴങ്ങളോ പഞ്ചസാര ചേർക്കാത്ത അതിൻ്റെ ജ്യൂസോ കഴിക്കുക. അടുത്തത് ബദാം. ഇത് കൊളസ്ട്രോളിനെ കുറക്കാൻ സഹായിക്കുന്നു. ഉപ്പിൻ്റെ അംശം കലർത്താതെ കഴിക്കുന്നതാണ് ഉത്തമം. ഇനി അടുത്തത് സോയാബീൻസ്. ഈസോഫൽ വാഗോസ് എന്ന പദാർത്ഥം സോയാബീൻസിൽ അടങ്ങിയിട്ടുണ്ട്. ഇതാകട്ടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ആർത്തവ വിരാമം ഉണ്ടായ സ്ത്രീകളുടെ എല്ലിൻ്റെ ശക്തി വർദ്ധിക്കാനും ഇതിന് ശേഷിയുണ്ട്. ഒരാഴ്ച 4-5 തവണ സോയാബീൻസ് കഴിക്കുക. അടുത്തത് പാല്. 50 വയസ്സ് കഴിഞ്ഞാൽ മസിലുകൾ അയഞ്ഞു തൂങ്ങുന്നത് തടയാൻ ഉള്ള കഴിവ് പാലിനുണ്ട്. ചായയിലും കോഫിയിലും പാൽ ചേർത്തു കഴിച്ചാലും മതിയാകും. ഇനി അടുത്തത് തക്കാളിയിൽ ലീക്കാപ്പീൽ എന്ന ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ക്യാൻസർ സെല്ലുകളെ വ്യാപനവും ആർത്തറൈറ്റിസും തടയുന്നതിന് കഴിയുന്നു. ഏത് രീതിയിൽ ആയാലും വേവിച്ച് കഴിക്കുക. ആരോഗ്യമാണ് സമ്പത്ത്. നല്ല ആരോഗ്യത്തിനായി ശ്രദ്ധയും നിയന്ത്രണങ്ങളും ആവശ്യമാണ്. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.